അങ്ങ് ആസാമിലെ 3000 കുടുംബത്തിനെ കുടിയിറക്കി വിട്ടു. എന്നിട്ട് വീടുകൾ തല്ലി പൊളിച്ചു, മൊത്തം നശിപ്പിച്ചു. മൊത്തം പേര് മുസ്ലിംസാണ്. അതുകൊണ്ട് ആരും ഒന്നും മിണ്ടിയില്ല, ലോകം മിണ്ടിയില്ല, ആരും മിണ്ടുന്നില്ല. പാവം പിടിച്ചവർ അവിടെ ജീവിച്ചിരുന്ന മനുഷ്യരെയാണ് ഈ ആട്ടി പുറത്താക്കി. അവർക്ക് എന്നിട്ട് ബംഗ്ലാദേശിൻ്റെ പേരും കൊടുത്തേക്കുക. അന്നേരം അങ്ങ് പൂർണ്ണമായല്ലോ. സാധുക്കൾക്ക് വേണ്ടി സംസാരിക്കാൻ ഈ നാട്ടിൽ ആരുമില്ല. അവിടെ പ്രതിപക്ഷം കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്, പ്രതിപക്ഷത്തിരിക്കുന്നത്. അവന്മാർക്ക് ഒന്നും വയ്യ മിണ്ടാൻ. ഈ അവരുടെ മുഖ്യമന്ത്രി ഒരു കോൺഗ്രസ്സുകാരനാണ്, ഹേമന്ത് ബിശ്വ ശർമ്മ. ഇത് ആസാമിൽ മാത്രമല്ല, നോക്കിക്കോ, ഇത് ഇന്ത്യ മുഴുവനും വ്യാപിക്കും. ഇന്ത്യ BJP ഭരിക്കുന്നിടത്ത് എല്ലാം ഈ പ്രശ്നങ്ങളുണ്ടാവും. ഇത് അവിടെ മാത്രമായിട്ട് ചുരുങ്ങാൻ പോകുന്നില്ല. ഇത് വലിയ വിപത്താണ് വരാൻ പോകുന്നത്. ആരും ഒന്നും പറയത്തില്ല, കാരണം സാധാരണക്കാരന് വേണ്ടി ആരും സംസാരിക്കത്തില്ല.